വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ സൗമ്യ അനീഷ്. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു അടിപൊളി ടേസ്റ്റി ഓട്സ് ഹൽവയാണ്. കഴിച്ചിട്ടില്ലാത്തവർ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ സപ്പോർട്ടും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണണ്ടേ? അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഹൽവ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂടൊന്ന് നന്നായിട്ട് ആറട്ടെ. പിന്നെ നമുക്ക് ഓട്സ് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പൊടിച്ചെടുത്തിട്ട് വരട്ടെ. പിന്നെ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കലക്കിയെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ കലക്കിയെടുക്കണം. ഞാനിവിടെ അലുവ ഉണ്ടാക്കുന്നത് ഈ ഉരുളിയിലാണ്. അപ്പോൾ ഉരുളിയിലേക്ക് നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന ഓട്സ് അരിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര കൂടി അരിച്ചൊഴിക്കാം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഗ്യാസിലേക്ക് മാറ്റാം. ഇനി മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് കുറുകിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ആദ്യം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം. അപ്പോൾ കുറുകി വരുന്നതിൻ്റെ അനുസരിച്ച് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് കൂടി ചേർത്ത് കൊടുക്കുക. വെളുത്ത എള്ളു കൂടി. ഇനി ഇത് കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തു. ഇപ്പം നമുക്കിത് സെറ്റാകുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം ഇതൊന്ന് നന്നായിട്ട് സെറ്റാവട്ടെ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അലുവ നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.
അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.